ഫലവും നജസത്ത്. അപ്പൊ ഓള് നമുക്ക് നല്ല രീതിയിൽ തംകീൻ തന്നാലേ എന്തുള്ളൂ, നമ്മള് ചെലവിനും കൊടുക്കുക. ഓള് വല്ലയിടത്ത് പോയി കിടന്നാല് അതിനർത്ഥം ഉണ്ടോ? അപ്പൊ ഫലവും നജസത്ത്, ഒരു പെണ്ണ് ചണ്ട കൊടുക്കും ഫീ സഅത്തിൻ, ഒരു സമയം, അല്പസമയം. വലവ് സഅത്തൻ വലവ് ഫീ സഅത്തിൻ, അതൊരു അല്പസമയത്താണെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ സാഫറത്ത് ഓള് അനുവാദം, ഓള് യാത്ര പോയി, ഭർത്താവിന് അനുവാദം കൂടാതെ യാത്ര പോയാൽ, അല്ലെങ്കിൽ അനുവാദത്തോടു കൂടെ തന്നെയാണ്, പക്ഷേ ലിഹാജത്തിഹോ, ഓളുടെ ആവശ്യത്തിനാണ് പോയത്, മുസ്ലിയാരുടെ ആവശ്യമല്ല. ഓള ആവശ്യത്തിനാണ് പോയെങ്കിലോ തിരിഞ്ഞോ? ഇങ്ങനെയൊക്കെ വരുന്ന ഇടത്ത് അല്ലെങ്കിൽ ഓളെന്ത് ചെയ്തു, ഹജ്ജിന് കീറാൻ കിട്ടി, പിന്നെ ഉംറയ്ക്ക് കീറാൻ കിട്ടി, അത് സ്വാമത്ത്, അല്ലെങ്കിൽ ഓൾ നോമ്പ് പിടിച്ചു, തത്തവ്വുഅൻ. ഇത് രണ്ടും തത്തവ്വുഅ നിലയിലാണ്. സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ ഉംറ, സുന്നത്തായ നോമ്പ്. എങ്ങനെ വൈദ്യുതിനിക്ക് അനുവാദം കൂടാതെ തിരിഞ്ഞോ? എന്നാല് അല്ലെങ്കിൽ കാനത്ത് അമത്തൻ, അല്ലെങ്കിൽ ഭാര്യ അടിമപ്പെണ്ണായി, ഫസല്ലമഹാ അസ്സയ്യിദു ലൈലൻ ഫഖത്ത്, രാത്രി മാത്രം എന്ത് ചെയ്തു, അടിമപ്പെണ്ണിനെ ഉടമ കൊണ്ട് ഭർത്താവിന് എടുക്കലാക്കി. ഇങ്ങനെയുള്ളിടത്തൊന്നും ചെലവ് കൊടുക്കണ്ട. ഫലാ നഫഖത ലഹാ, ഒക്കെ ചെലവ് കൊടുക്കണോ? നമുക്ക് നമ്മള് ചെലവ് കൊടുക്കാൻ നമുക്ക് 24 hours നമ്മളെടുക്കൽ വേണം. മനസ്സിലായേ? ഓള് ചെല്ലോടിയിട്ട് ഓള് ഇറങ്ങിപ്പോയാൽ പോട്ട് ചെലവ് കൊടുക്കണം. വമ്മൽ ഇരിക്കുന്ന പെണ്ണാണെങ്കിലോ, അപ്പൊ തംകീനില്ലല്ലോ, മനസ്സിലായില്ല? അവളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശാരീരിക ബന്ധപ്പെടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇരിക്കുന്ന പെണ്ണാണ് എന്ത് ചെയ്യും, അമ്മൽ മുഅ്തദ്ദത്തു, ആചരിക്കുന്ന പെണ്ണാണെങ്കിൽ ഫയജിബുലഹ, ഓൾക്ക് നിർബന്ധമാകും അസുക്കന, പാർപ്പിടം കൊടുക്കേണ്ടി വരും ഓൾക്ക് താമസിക്കാൻ. അപ്പൊ ഈ മുദ്ദത്തിൽ ഇദ്ദയുടെ കാലഘട്ടത്ത്, സവാങ്കാനത്തിൽ ഇദ്ദ ആയാലും ശരി, ഇദ്ദത്തെ വഫാത്തിൻ, ഭർത്താവ് മരിച്ചിട്ടുള്ള ഇദ്ദയാണെങ്കിലും ശരി, പിന്നെ ഭർത്താവ് മരിച്ചില്ല, എങ്ങനെ ചെലവുകളൊക്കെ ഭർത്താവിന് മുതലിൽ നടത്തി കൊടുക്കേണ്ടി വരും. ഔ റജഈയത്തിൻ, അല്ലെങ്കിൽ റജഈയ ഇദ്ദയായാലും ശരി, ഔ ബായിനി, അല്ലെങ്കിൽ 3 തലാഖ് ചൊല്ലിയിട്ട് ഇരിക്കുന്ന പെണ്ണായാലും ശരി, ഈ ഇദ്ദയുടെ കാരണക്കാരൻ ആരാ? ഈ ഭർത്താവല്ലേ. അതുകൊണ്ട് അയാൾ തന്നെ ചെലവ്. അമ്മൻ നഫഖത്തു, അപ്പൊ നഫഖ ഫലാ തജിബു, നിർബന്ധമില്ല, ഫീ ഇദ്ദത്തിൽ വഫാത്ത്. വേണ്ട, ശരിയാ? എന്ന് പിന്നെ വഫാത്തിന്റെ ഇദ്ദയിൽ എന്തില്ല? അമ്മൻ നഫഖത്തു ഫലാ തജിബു. അപ്പൊ അമ്മൽ മുഅ്തദ്ദത്തു അല്ലേ, ഇദ്ദ ഇരിക്കുന്ന പെണ്ണ്, ഇദ്ദ ഇരിക്കുന്ന പെണ്ണ് വയജിബുലഹ അസുക്കുന, പാർപ്പിടം വേണം, ചെലവ് വേണ്ടാന്ന്. ചെലവ് എവിടെ വേണ്ടാന്ന്? അമ്മൻ നഫഖത്തു, പാർപ്പിടം കൊടുക്കണമെന്നാ പറഞ്ഞേ. അമ്മൻ നഫഖത്തിന് ചെലവ് കൊടുക്കുന്ന അറിയോ? ചെലവ് കൊടുക്കുന്ന റജഈയ പെണ്ണാണെങ്കിൽ ചെലവ് കൊടുക്കേണ്ടി വരും. റജഈയ ഇദ്ദയിരിക്കുന്ന പെണ്ണ്, ഞാൻ ഒരു തലാഖ് ചൊല്ലി എന്റെ ഭാര്യ, ഒരു തലാഖ് ചൊല്ലിയിട്ട് ആ പെണ്ണിനെ ഇനിയാണെങ്കിൽ നമുക്ക് ആ പെണ്ണ് ഇദ്ദയിരിക്കണം, ഇദ്ദയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് റജഅതു എന്ന് പറയണം. മനസ്സിലായില്ല? അങ്ങനെ റജഈയ ഇദ്ദയിരിക്കുന്നവളാണെങ്കിലോ നമ്മൾ ചെലവും കൊടുക്കണം, മറ്റും കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം. പാർപ്പിടം എല്ലാവർക്കും കൊടുക്കണം, ചെലവോ അമ്മന്റെ പക്കത്താല് പറയുന്നത്. ചെലവ് ഫലാ തജിബു, നിർബന്ധമില്ല, ഇദ്ദത്തിൽ വഫാത്തി. വതജിബു, നിർബന്ധമാകും റജഈയത്തി, റജഈയ തലാഖ് ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ മുത്തലഖ്, ചെലവ് കൊടുക്കുന്ന നിർബന്ധമാണ്. മുത്തലഖ് നിരുപാധി വെച്ചാൽ പെണ്ണ് ഗർഭിണി ആയാലും ഗർഭിണി അല്ലെങ്കിലും എല്ലാം ചെലവ് കൊടുത്ത് വെക്കും. വലിൽ ബായിനി, കേട്ടാ, 3 തലാഖ് തന്നെ പെട്ട പെണ്ണാണ്, പക്ഷേ 3 തലാഖ് തന്നെയെങ്കിൽ ആ പെണ്ണിന് ഗർഭിണിയാണ്. ഗർഭത്തിൽ തലാഖ് ചെല്ലാൻ പറ്റുമെന്ന് വെച്ചാൽ തലാഖൊക്കെ ചെല്ലും, തലാഖ് വാക്കിയാവുകയും ചെയ്യും, ഹറാമാണെന്ന്. ഗർഭിണിയായ രീതിയിലേ പിന്നെ തലാഖ് ചെല്ലൽ എന്താണ്? ഹറാമാണ്. കാരണം ഇനി 9 മാസം വരെ കാത്തിരിക്കണ്ടേ.
പ്രസവിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയാണെങ്കിൽ പിന്നെ പ്രസവം കൊണ്ടേ ഇദ്ദ കഴിയുള്ളൂ. അപ്പൊ പിന്നെ അവളെ ബുദ്ധിമുട്ടൊക്കെ അല്ല, അതുകൊണ്ട് ഹറാമാണ്. തിരിഞ്ഞോടാ. വലിൽ ബായിനി 3 തലാഖ് ചൊല്ലിയ പെണ്ണാണെങ്കിൽ മിങ്കാനത്ത് അവൾക്ക് ചെലവ് കൊടുക്കാൻ നിർബന്ധമാകും. മിങ്കാനത്ത് ഹാമിലൻ, ഓള് ഗർഭിണിയായാലും എതുവഴിയിലേക ഓളിലേക്ക് സക്കാത്തിനെ അല്ല ചെലവ് കൊടുക്കണം ഭർത്താവ്. യൗമൻ ബി യൗമിൻ, ഓരോരോ ദിവസവും. യൗമൻ ഫ യൗമൻ എന്നോ യൗമൻ ബി യൗമിൻ എന്നോ. യൗമൻ ഒരു ദിവസം കൊടുക്കണം, ബി യൗമിൻ ഒരു ദിവസം കഴിഞ്ഞിട്ട്, മിങ്കിളാ യൗമിൻ സങ്കല്പിച്ചിട്ടാണ്. യൗമൻ ഫ യൗമൻ ഓരോരോ ദിവസം അങ്ങനെ പറയാം. യൗമൻ ബി യൗമിൻ, യൗമൻ ഒരു ദിവസം കൊടുക്കണം, ബി യൗമിൻ ആ ബാന് ബാധയുടെ മനോടുത്താൽ ബാധ യൗമിൻ അങ്ങനെ കൊടുക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മിങ്കിളാ യൗമിൻ ഒരു ദിവസം കഴിയൽ കൊണ്ട് അടുത്ത ദിവസം അങ്ങനെ എങ്ങനെ പറയാം. യൗമൻ ബി യൗമിൻ എന്നാണ് രണ്ടിടത്ത് ഇബാറത്ത് വന്നത്. ആ ഇബാറത്തിന് തിരക്കി ബാലനും പറഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും. പിന്നെ വൈലം തക്കുനിൽ ബായിനു അണ്ടാ, ബായിനായ പെണ്ണ് തലാഖിൽപ്പെട്ട പെണ്ണ് ആയില്ല എങ്കിൽ ഹാമിലൻ ഗർഭിണിയല്ല എങ്കിലോ, ഗർഭിണിയല്ല എങ്കിൽ എന്തില്ല ഫലാന പക്കത്തല്ല അവർക്ക് ചെലവ് കൊടുക്കണം. കണ്ടാ വൽക്കിസുവത്തു ചെലവ് പോലെ തന്നെ. ആ ചെലവിന്റെ ഉദ്ദേശം ആഹാരപാനീയങ്ങളാണ്. ഇനി പിന്നെ ഉടിചാടകളുണ്ടല്ലോ, അതിന് പറയാം വൽ കിസുവത്തു കന്നപ്പക്കത്ത്. വസ്ത്രങ്ങളുടെ കാര്യവും ഈ പറഞ്ഞ ചെലവ് പോലെ തന്നെ കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കായി. ഭർത്താവ് പറഞ്ഞു ഞാൻ ചെലവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓള് പറഞ്ഞു ചെലവ് തന്നില്ല. അങ്ങനെ പറയത്തുള്ളൂ, അല്ല പിന്നെ തർക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ആരെ സ്വീകരിക്കും നമ്മൾ? എന്റെ ചെലവിന്റെ പൈസ അത് തന്നത് നേരത്തെ തന്നില്ല, തന്നില്ലെന്നാണ് തർക്കായി. ഇനിബന്ധി വൈനഖ്തലഫ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തായി? വിഭിന്നമായി, അഭിപ്രായ വ്യത്യാസമായി. ഫീ ഖബ്ദിൻ നഫഖത്തി ചെലവ് വാങ്ങിയോ വാങ്ങിയില്ലേ എന്നതില്. നഫൽ ഖൗലു അവിടുത്തെ വാക്ക്, ഖൗലുവോ അവരുടെ വാക്കോ. ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് സ്വാധീനം കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ എന്ത് വേണ്ട, ഇനി മറ്റെടുത്ത് ഞാൻ നിങ്ങൾക്ക് സൗകര്യമായ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് എതിർക്കിച്ചു പെണ്ണ്. അപ്പൊ അവൻ പറഞ്ഞേ നീ ഞാൻ ആവശ്യപ്പെട്ടത് തന്നോളല്ല അങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെ ആരെ കവല സ്വീകരിക്കും? അങ്ങനെ പറയാലോ. തർക്കം എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. വൈനഖ്തലഫ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഖ്തിലാഫായി ഫിത്തംകീനി ശാരീരിക സുഖമെടുക്കുന്ന വിഷയം സൗകര്യപ്പെടുത്തുന്നതിൽ. അവ ഭർത്താവ് പറഞ്ഞു നീ എനിക്ക് സൗകര്യപ്പെടുത്തുന്നില്ലേ? ഭാര്യ ആര് പറഞ്ഞു? അവിടെ ഫൽ ഖൗലു തംകീനുണ്ടെങ്കിൽ മാത്രമേ ചെലവ് കൊടുക്കേണ്ടേ ഉള്ളൂ. മനസ്സിലായില്ല? എന്നാ ഫൽ ഖൗലു ഖൗലു അവന്റെ ഖൗലാണ്. അവിടെയും അവന്റെ കൗലാണെന്ന് പറയുന്നത് ഒരു കോലത്തിൽ ഒഴിച്ചെന്ന് പറയും. ഇല്ല അവൻ അംഗീകരിച്ചു. ആ പെണ്ണ് മക്കനത്ത് അവലെ കണ്ടാ, അവൾ ആദ്യം സൗകര്യമൊക്കെ ചെയ്യുന്നത്, പിന്നെ അവൾ അടികൂടി പോയതാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഓളെ കൗല സ്വീകരിക്കും, അവന്റെ കൗല സ്വീകരിക്കത്തില്ല. കാരണം മക്കനത്തവൻ പറഞ്ഞല്ലോ, സൗകര്യം ചെയ്തൊന്നും പറഞ്ഞില്ലേ. പിന്നെ മനസ്സിലായില്ല. അവിടെ പിന്നെ തുമ്മയെത്തായി പിന്നെ അവൻ വായിച്ചു അന്വേഷൂസ കണ്ടാ, അവള് സൗകര്യമൊക്കെ ചെയ്ത് അന്നെന്ന് പറഞ്ഞു. പിന്നെ പറയാ ഓൾ അടി വിട്ടിട്ട് ഇറങ്ങി കളഞ്ഞു. അതംഗീകരിക്കത്തില്ല. അപ്പോൾ കൗലു കൗലുവാ അവിടെ അവളെ കൗല് തന്നെയാണ്, അവന്റെ കൗല് അല്ല. കുറെ നാള് ചെലവ് കൊടുത്തില്ലെങ്കിലോ, പെണ്ണും കെട്ടിട്ടങ്ങ് പോയതാ ബസ്സിലേറി കാണുന്ന ബക്കോറയും ഇന്ത്യ ബക്കോറ അടിച്ചു ഓട്ടിക്കണവനെ. പെണ്ണും കെട്ടിട്ട് ബക്കോറ കിടക്കോ? അതിന് പെണ്ണിട്ടാൻ മതി, പെണ്ണിന് ചെലവ് കൊടുത്തോന്ന് ചോദിക്കണം. അങ്ങനെ പറയും. എനിക്ക് അവിടെ നിന്ന് വിളിയാളം വന്നതാ, മറ്റിടത്ത് ഇഷാറത്തുണ്ടായതാ. എന്ത് സ്വപ്നം കാട്ടിയത്? അവിടെ എന്ത് സ്വപ്നം കാട്ടി? അതൊക്കെ ശൈത്താനിയത്താ, സാറും ശൈത്താനിയത്ത്. അങ്ങനെ സ്വപ്നം കാട്ടി കാണിക്ക. അയാൾ ഭർത്താവാന്ന് അറിഞ്ഞൂടായിരുന്നു.
അയാൾക്ക് ഭാര്യ ഉണ്ടെന്നൂടെ, മക്കളുണ്ടെന്നൂടെ, അവർ ചിലവെടുക്ക് നിർബന്ധമല്ല. ഇതൊക്കെ കള്ളത്തരങ്ങളാണ്. അങ്ങനെ കുറെ നാളങ്ങനെ മക്കളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക, കാക്ക കയറിയിട്ട് ചിലവെടുക്കുമ്പോൾ ഉള്ളു കടം. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കെഴുതിയിടണം. അവൻ ഒരാൾ തറക്ക ഒഴിവാക്കി, അതുകൊണ്ട് അന്നുള്ള കൊടുത്തൊക്കെ തീർത്തേരെ. അത്രേ അന്നുള്ളതേ കട ഇട്ടേക്കട അങ്ങ് കൊടുത്തേരെ, എന്തായാലും കൊടുക്കട്ടുള്ളതാ. മത്താത്തറക്ക ഓലൊഴിവാക്കി, അല്ലിംഫാക്ക ചിലവഴിക്കലിനെ, അലൈക ഓലുടെ മേൽ, മുദ്ദത്തം കുറെ സമയം, കുറെ കൊല്ലങ്ങൾ, കുറെ മാസങ്ങൾ, കുറെ ദിവസങ്ങൾ. നസാറത്തിന്നഫഖത്തു ഈ ചിലവാകും, അലൈഹി അവന്റെ മേൽ, കേടായിട്ട് ദൈനൻ കടമായിട്ട് കൊടുക്കേണ്ടി വരും. എന്താ അപ്പൊ ഇനി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവള് ചെലവ് തരുന്നില്ല എങ്കിൽ എന്താ ഇനി മനസ്സിലാക്കേണ്ട മസാല കേട്ടോടാ. ഒരു പെണ്ണിന് ഒരാണിനെ ഒഴിവാക്കി പോകാൻ പറ്റുമോ പറ്റില്ലേ? ചെലവ് കൊടുക്കുന്നില്ലേ പോവാം. ആ ചെറുക്കന് ആയുധബലം കുറഞ്ഞാൽ പോകാൻ പറ്റുമോ പറ്റില്ലേ? അങ്ങനെയുണ്ടല്ലോ. സാമ്പത്തിക ബലമുണ്ട്, ശാരീരിക ബലമുണ്ട്, ആയുധബലമുണ്ട്. ഇത് വെറുതെ നടക്കത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ അത് പറ്റുമോ പറ്റില്ലേ? അത് പറയുന്നില്ല. മനസ്സിൽ പറയട്ടെ. ഫൈൻസ് എന്താണ് വൈദാ അശ്ശറ അച്ചങ്ങായി ഞെരുക്കക്കാരനായി ബിനഫഖത്തിൽ മുഅ്ശിരീന വേണ്ട മുഅ്ശിരിന് എത്ര നഫഖ കൊടുക്കണം പറഞ്ഞല്ലോ. ഞെരുക്കക്കാരൻ ഇത്ര കൊടുത്താൽ മതി തന്നെയല്ലോ, അതും അയാൾ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഔബിൽ കിസ്വത്തി എന്താ, അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അയാളൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഔബി സുക്കിന പാർപ്പിടമൊന്നുമില്ല. മുസ്ലിംകാരിങ്ങനെ നടക്കുക ഭർത്താവ് ഉദ്യോഗമായിട്ട്, വേറൊന്നും നടത്തുന്നില്ല. ചെലവ് കൊടുക്കുന്നോ ഇല്ല. എന്ത് മുസ്ലിം ഉദ്യോഗം, ഭർത്താവ് ഉദ്യോഗം, ഭയങ്കര ഉദ്യോഗമാണ്. ചെലവ് കൊടുക്കുന്നില്ല, വസ്ത്രം മേടിച്ചു കൊടുക്കുന്നില്ല, പാർപ്പിടവും ഇല്ല. എന്നാ ലഹ സബത്തലഹ ഓൾക്ക് സ്ഥിരമാകും ഫസ്ഖുൻ നിക്കാഹ്, നിക്കാഹിനെ ദുർബലപ്പെടുത്താം. ഖാദിയാർ മുഖേന ഇന്ന കാരണങ്ങളാൽ എനിക്ക് അയാളെ വേണ്ട, ഞാൻ അയാളെ ഫസ്ഖ് ചെയ്യും. കമ്മിറ്റി ഇടപെട്ടതിനും വേണ്ടിയില്ല. ഇനിയിപ്പോ ഇൻഷാഅത്തോട് ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വബറത്ത് ഓൾക്ക് ക്ഷമിച്ചുകൂടാ, ക്ഷമിക്കാൻ നമ്മൾ പറയുന്നില്ല. അപ്പൊ ബക്കിയതാലിക്ക അതങ്ങനെ ബാക്കിയാകും. ലഹ അവൾക്ക് ഫിദിമ്മത്തി അല്ല അവന്റെ ബാധ്യതയിൽ കിടക്കും. അവൾ ക്ഷമിച്ചങ്ങ് പോയാലും ബാധ്യതയിൽ കിടക്കും, കൊടുത്തേ പറ്റും. മറ്റു വിഷയത്തിലാണെങ്കിൽ അവൾക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് ഇല്ല. ഏത് വിഷയത്തില്? ആയുധബലമില്ല, ഭർത്താവിനെ കൊണ്ട് നമുക്ക് ആ കാര്യം നടക്കുന്നില്ല. മനസ്സിലായില്ല? തിരിഞ്ഞോ? എന്നാ പിന്നെ ഈ ഭാര്യയ്ക്ക് ഇയാളെ ഒഴിവാക്കി പോകാൻ പറ്റുമോ? ഫസ്ഖ് എന്ന് പറയുന്ന വിധി അവിടെ ഇല്ല. പിന്നെന്തുണ്ട്? ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം? അയാളെ കൊണ്ട് തലാഖ് ചെല്ലിക്കണം. ആരെ കൊണ്ട്? ഭർത്താവിനെ കൊണ്ട്. അപ്പൊ ഇടപെടും. അപ്പൊ കമ്മിറ്റി ഇടപെടും. ആ ഭർത്താവിന്റെ ആയുധബലത്തിന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു നോക്കണം. എന്താ ഒരു സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കും ആ പെണ്ണിപ്പോ ഇയാളെ കെട്ടിയതൊക്കെ. സന്താനലബ്ധി ഇയാളെ കൊണ്ട് പറ്റുന്നില്ല എന്നതുകൊണ്ട് എനിക്ക് ഫസ്ഖ് ചെയ്യാൻ പെണ്ണിന് അധികാരം കൊടുത്തിട്ടില്ല. അവിടെ എന്ത് ചെയ്യേണ്ടതിന്നെ? അവിടെ പിന്നെ ഇങ്ങനെ വിഷയാവുമല്ലോ. അപ്പൊ നാട്ടിലെ കാരണവന്മാര് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ബന്ധപ്പെട്ട മോനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ തലാക്കില്ല, അപ്പോൾ തലാക്കിൽ കൊടുക്കും. മനസ്സിലായില്ല? അതാണ് അവിടുത്തെ നിയമം. തിരിഞ്ഞോ? മറ്റിടത്താണെങ്കിൽ സുക്കിനെയും തരുന്നില്ല, ജലവും തരുന്നില്ല,
ഫസഖ്തു. അവിടെ ഇപ്പം കമ്മിറ്റിക്കാർ അനുവാദം വേണ്ട, അവൾക്ക് തന്നെ ഫസഖ് ചെയ്ത് അവളെ പോകാം. മറ്റതിന് അവൾക്ക്, കാരണം അത് മറ്റേതിനകത്ത് വേറെ പലതും വരാൻ സാധ്യത വരും. അതുകൊണ്ടാണ് അവിടെ അതെന്താ അങ്ങനെ ഒരു പെണ്ണിനെ തളച്ചിടാൻ പറ്റുമോ, നമ്മളെ മതം ഇപ്പം പൂർണ്ണമല്ലല്ലോ എന്ന് പറഞ്ഞാളേ. ആ വിഷയത്തിൽ എന്തേ, ഒരു പെണ്ണിനെ കെട്ടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവൻ ആയുധബലമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ ചെയ്യാം, അവനങ്ങ് തലാഖിൽ തരും. ആ നിയമം നിനക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് തെറ്റിദ്ധരിക്കാൻ, അപ്പൊ മതം തന്നെ കാത്തതാണ് ആ പെണ്ണിനെ. മതം ഓളെ ചൂഷണം ചെയ്തതല്ല, ഓളെ കാത്തതാണ്. ഓളായിട്ട് പോകുമ്പോൾ എന്ത് വരാം, തെറ്റിദ്ധാരണ പലർക്കും. അപ്പൊ അതിനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കല്ല വിഷയത്തിൽ. അതിന് ഭർത്താവ് എന്ത് ചെയ്യാ, അല്ലെ ഭർത്താവ് എന്ത് ചെയ്യാ, മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ആയുധബലം ഉണ്ടാക്കി കുഴപ്പമില്ല. ഞങ്ങൾ മതം നമുക്ക് അതിന് കുഴപ്പം പറയുന്നില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇതൊക്കെ നിർബന്ധമാണ്. ഏത് ചിലവൊക്കെ അതെല്ലാം കറക്റ്റാ കൊടുക്കുന്നുണ്ട്, പക്ഷേ മറ്റേ സംഗതി നടക്കുന്നില്ല. എങ്കിൽ ഫസ്ഖ് ചെയ്യാനുള്ള അധികാരം പെണ്ണിനില്ല. പിന്നെ അവിടെ പിന്നെ എന്തേ പറ്റുള്ളൂ, ഭർത്താവിനെ കൊണ്ട് തലാഖ് കാര്യങ്ങൾ പറഞ്ഞു. തിരിഞ്ഞോ? അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിട്ട് ഇടങ്ങേറാണ് നമ്മൾ. അപ്പൊ ഇനി കറിയൊന്നും കൊടുക്കുന്നില്ല ചങ്ങായി. ചെലവൊക്കെ കൊടുക്കുന്നെങ്കിലും കറിയില്ല, ചോറൊക്കെ ഉണ്ട്, കറിയൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഫസ്ഖ് ചെയ്യാൻ പറ്റുമെന്ന്. അത് പറ്റില്ല. അത് വെച്ചിട്ട് അമ്മന്തൊക്കെ അരച്ച് നമ്മൾ ചെയ്യുന്ന അവിടെ വാങ്ങൂറ് അവൻ പാപ്പർ ചൂട്ടായിപ്പോയി, ഞെരുക്കക്കാരനായ ബിൽ കറി കൊണ്ട്, ഔബിനഫക്കത്തിൽ ഖാദിമി അല്ലെങ്കിൽ സേവകൻ ചെയ്യുന്ന സേവകന് ചെലവ് കൊടുക്കാനില്ല. അല്ലെങ്കിൽ ഔബിനഫക്കത്തിൽ മുസ്ലിന സമ്പന്നരുടെ ചെലവ് കൊടുക്കാനില്ല. അല്ലെങ്കിൽ അവൻ മുത്തവസിത്തിന മധ്യമായ ആൾക്കാരുടെ ചെലവ് കൊടുക്കാനില്ല. മുസ്ലിങ്ങളെ ചെലവ് കൊടുക്കാനൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളുടെ ചെലവ് കൊടുക്കാനില്ലെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, തലാഖ് ഫസ്ഖ് ചെയ്യൽ. അവർക്ക് ഫസ്ഖില്ല എന്ന് വേണ്ട. ഇനിയിപ്പോ അടിമയായാലോ ഭർത്താവ്, ഭർത്താവേ അടിമയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. വൈകാന സൗജു അബിദൻ, ഭർത്താവ് അടിമയാണ്. നഫന്നഫഖത്തു ചെലവ് എവിടുന്ന് കിട്ടും, ഫീ കസ്ബി അയാൾ അധ്വാനിക്കുന്നതിന് കിട്ടും. തൊഴിലുകാരനാണെങ്കിൽ ഇല്ല വേണ്ട. ഇനി അയാൾ തൊഴിലുകാരനല്ലെങ്കിലും ഫഫി മാഫി യദിഹി, അയാൾക്ക് വരെ നേരത്തെയുള്ള സമ്പത്തുണ്ടെന്ന് നോക്കണം വേണ്ട. എപ്പോഴും ഇങ്കാന മഹദൂനല്ലോ കൂഫി തിജാറത്തി, കച്ചവടത്തിൽ അയാൾക്ക് അനുവാദം കിട്ടപ്പെട്ട ആളാണ്. അടിമ പറഞ്ഞു, ഉടമ പറഞ്ഞു, നീ പോയി കച്ചവടമൊക്കെ ചേരാ, പൈസ കൊണ്ടാക്കടാ, പെണ്ണുമ്പിള്ള ചെലവ് കൊടുക്കണ്ടടാ, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ പോവാം. അപ്പൊ ഇല്ല, അവിടെ നോക്കണം. അയാൾക്ക് ഉദ്ദേശിച്ചാൽ ഫസ്ഖത്ത് ഓക്ക് ഫസ്ഖ് ചെയ്യാം. ഓൾ ഉദ്ദേശിച്ചാൽ സബറത്ത് എന്താ നമുക്ക് ക്ഷമിക്കാം. ക്ഷമിക്കട്ടെ. എന്തിനായി ഉഴുത്തക്ക, ഇയാളെ എന്തെങ്കിലും മോചിക്കപ്പെടുമല്ലോ എന്നും അബദായി കഴിയില്ലല്ലോ എന്താ ഈ ഉഴുത്തക്ക. എന്നിട്ട് എന്ത് ചെയ്യാ, ഫതഖുദമിൻഹു, ഈ ചെലവ് കുറിച്ചിട്ടിട്ട് പിന്നെ എന്ത് ചെയ്യാം, അടിമ സ്വതന്ത്രനാകുമ്പോ കഴിക്കാം, അങ്ങനെ ക്ഷമിക്കാം. ഫസ്ലു യജിബു അല ശഖ്സി, ഇനി വാപ്പാക്കും ഉമ്മാക്കും ചെലവ് കൊടുക്കണോ കൊടുക്കണ്ടേ? വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെലവ് കൊടുക്കൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് കൊടുക്കണോ പിമ്പ് കൊടുത്താൽ മതിയോ? ഭാര്യയുണ്ട്, മക്കളുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മനസ്സിലായേ?